അഫാന്റെ പിതാവ് അബ്ദുൾ റഹീം അല്പസമയത്തിനകം നാട്ടിലെത്തും. ദമാമിൽ നിന്നും പുലർച്ചെ യാത്ര തിരിച്ച റഹീം രാവിലെ 7:35 തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ഇറങ്ങും. അതേസമയം ചികിത്സയിൽ കഴിയുന്ന അഫാന്റെ മാതാവ് ഷെമിയുടെ മൊഴി അന്വേഷണ സംഘം ഇന്ന് രേഖപ്പെടുത്തും. വിശദാംശങ്ങളുമായി അമൽ തേനമ്പറമ്പിൽ ചേരുന്നു. അമൽ, ഗുഡ് മോർണിംഗ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വെഞ്ഞാറമൂട് കൂട്ടക്കൊലയിലെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മെ എല്ലാവരെയും വേദനിപ്പിച്ച അങ്ങേയറ്റം നമ്മുടെ കൺമുന്നിലല്ല നടന്നതെങ്കിൽ പോലും നമ്മളെല്ലാവരെയും ആകെ വേദനിപ്പിച്ച ഒരു സംഭവമായിരുന്നു അഫാൻ എന്ന് പേരായ ചെറുപ്പക്കാരൻ അയാളുടെ കുടുംബത്തിലെ 4 പേരെയും അദ്ദേഹം പ്രേമിച്ചു കൊണ്ടിരുന്ന കാമുകിയെയും ഒക്കെ ഇല്ലാതാക്കിയിട്ടുള്ള ആ വേദനയുടെ ആ ദുരന്തത്തിൻ്റെ നെട്ടലിൽ നിന്ന് ആരും തന്നെ മോചിതരായിട്ടില്ല. ഈ സമയത്ത് ഒരു ചെറിയ ആശ്വാസത്തിന് വക നൽകിക്കൊണ്ട് എന്ന് പറഞ്ഞാൽ ഒരു അൽഹംദുലില്ലാഹ് വലിയ സംഭവം തന്നെയാണ്. നമുക്ക് 2 ആശ്വാസത്തിൻ്റെ കിരണങ്ങളാണ് ഇപ്പോൾ ആ സംഭവമായിട്ട് നമുക്ക് ബന്ധപ്പെട്ട് കേൾക്കാൻ കഴിയുന്നത്. ഒന്ന്, ഈ അഫാൻ മാരകമായി പരിക്കേൽപ്പിച്ചിട്ടുള്ള ആ ഉമ്മ അഥവാ സീരിയസ് ആയ അവസ്ഥയിൽ നിന്ന് ജീവിതത്തിലേക്ക് കരകയറി വരുന്നു എന്ന ഒരു സന്തോഷകരമായ വാർത്ത. അതോടൊപ്പം തന്നെ ഈ പറയുന്ന അഫാൻ്റെ ഉപ്പ നാട്ടിലേക്ക് തിരിച്ചിരിക്കുന്നു. അഥവാ ഇന്ന് 7:30 പുറപ്പെടുന്ന വിമാനത്തിലാണ് അദ്ദേഹം കയറിയിട്ടുള്ളത്. ഏതാനും മണിക്കൂറുകൾക്ക് ശേഷം അദ്ദേഹം നാട്ടിലെത്തുമെന്ന് തന്നെയാണ് ഇൻഷാ അല്ലാഹ് വിശ്വസിക്കുന്നത്. മാത്രമല്ല, ആദ്യം തന്നെ വന്നതിനു ശേഷം അദ്ദേഹം മരണപ്പെട്ടവരുടേതായിട്ടുള്ള ഖബറുകൾ സിയാറത്ത് ചെയ്യുമെന്ന ഒരു വാർത്തയാണ് കേൾക്കുന്നത്. അതിനുശേഷം അദ്ദേഹം തൻ്റെ ഭാര്യയെ സന്ദർശിക്കും. എന്നിട്ട് ബാക്കി കുടുംബാംഗങ്ങളുമായി കാര്യങ്ങളൊക്കെ ആലോചിക്കും. ബാക്കി കാര്യങ്ങളൊക്കെ പിന്നീട് എന്താണ് ബാക്കി കാര്യങ്ങൾ, ഇനി എന്താണ് അവൻ ബാക്കിയാക്കിയിട്ടുള്ളത്? യഥാർത്ഥത്തിൽ സ്വന്തം രക്തത്തിൽ പിറന്നിട്ടുള്ള ആ മകൻ ഇനി എന്താണ് അവിടെ ദുനിയാവിൽ ബാക്കി വെച്ചിട്ടുള്ളത്? ആലോചിച്ച് നോക്കൂ നിങ്ങൾ. ഒന്നും അവൻ ബാക്കി വെച്ചിട്ടില്ല. എന്തോ ഒരു സങ്കടകരമായ അവസ്ഥയിലേക്കാണ് ആ പിതാവ് ഇതുവരെ നോക്കണം. സ്വന്തം കുടുംബത്തിനെ ഒരു കരക്കെത്തിക്കുന്നതിന് വേണ്ടിയും ആ കുടുംബത്തിൻ്റെ പ്രാരാബ്ദങ്ങളിൽ നിന്ന് അവരെ കരകയറ്റാൻ വേണ്ടി 7 വർഷമായി അദ്ദേഹം പ്രവാസിയായി. അതിനു മുമ്പ് തന്നെ അദ്ദേഹം പ്രവാസിയാണ്. പക്ഷേ 7 വർഷമായിട്ട് ഒരു കുടുംബനാഥൻ സ്വന്തം വീട്ടിലേക്കും നാട്ടിലേക്കും വരാതിരിക്കത്തക്ക ബുദ്ധിമുട്ടിലായിരുന്നു ആ പ്രവാസ ലോകത്ത് അദ്ദേഹം കഴിഞ്ഞിരുന്നത്. അത്രമാത്രം കടബാധ്യത, മനഃപൂർവ്വം ഉണ്ടാക്കി വെച്ച കടബാധ്യതകളൊന്നുമല്ല. കോവിഡ് കാലത്ത് വന്ന പ്രതിസന്ധിയെ തുടർന്ന് ബിസിനസ് ക്ഷയിക്കുകയും അതിനെ തുടർന്ന് വന്ന ആ മാന്ദ്യത്തിൽപ്പെടുകയും ചെയ്ത അദ്ദേഹത്തിന് വലിയൊരു കടക്കടി സംഭവിച്ചു. അതോടൊപ്പം തന്നെ കുടുംബത്തിലാവട്ടെ അങ്ങേയറ്റം കുത്തഴിഞ്ഞ രീതിയാണ് ഇതേ തുടർന്ന് ഉണ്ടായത്. അഥവാ കുടുംബം നിയന്ത്രിക്കേണ്ടിയിരുന്ന ഭാര്യയാവട്ടെ വേണ്ടത്ര ആ കാര്യങ്ങൾ നിയന്ത്രിക്കാതെ വരികയും, കാരണം കൂടുതൽ ആർഭാടമായിട്ട് അഥവാ തൻ്റെ ഭർത്താവ് പ്രവാസ ലോകത്ത് ഇങ്ങനെ കഴിഞ്ഞുകൂടുമ്പോൾ താനിങ്ങനെ ഒരു അമിത ദുർവ്യയം ചെയ്ത് നടന്നുകൂടാ എന്ന ഒരു ബോധ്യമൊന്നും ആ സ്ത്രീക്ക് അഥവാ ആ ഭാര്യയ്ക്കുണ്ടായിരുന്നില്ല. തൻ്റെ ഭർത്താവ് എത്രത്തോളം ബുദ്ധിമുട്ടിയിട്ടാണ് ഓരോ നാണയത്തൊട്ടും ഉണ്ടാക്കി വെക്കുന്നത് എന്ന പ്രയാസമൊന്നും ആ ഭാര്യ ഒരിക്കലും ചിന്തിച്ചിട്ടില്ല. അങ്ങനെ ചിന്തിച്ചിരുന്നുവെങ്കിൽ നാട്ടിലെ ഈ സ്ത്രീ ഇത്രയേറെ ആർഭാടപ്രിയ ആകുമായിരുന്നില്ല. ആ ആർഭാടപ്രിയ ആയതുകൊണ്ട് തന്നെയാണ് യഥാർത്ഥത്തിൽ ഈ അഫാൻ എന്ന് പേരായ മകൻ സ്വാഭാവികമായിട്ടും ധൂർത്തനായി മാറുകയും ചെയ്തു. നമ്മളൊക്കെ പണ്ട് കാലത്ത് തന്നെ പറയാറുണ്ടല്ലോ, പിശുക്കൻ്റെ മകൻ ധനവാൻ, ധനവാന്റെ മകൻ ധാരാളി. അപ്പോൾ ധനവാന്മാരായിരുന്നു ഇവർ. അപ്പം പ്രധാനമായിട്ടും ഇദ്ദേഹത്തിൻ്റെ അധ്വാനത്തിൻ്റെ ഫലമായിട്ട് ധനവാന്മാരായതാണ്. അപ്പോൾ ഇത്രയും വലിയ 80 ലക്ഷമാണ് കടമെന്നും അതല്ല 50 ലക്ഷമാണെന്നും എന്തു തന്നെയായാലും ആ കുടുംബാംഗങ്ങളൊക്കെ തന്നെ ഈ പറയുന്ന റഹീമിന് വന്നു പറ്റിയിട്ടുള്ള ഈ കടങ്ങൾ തീർത്ത് ആ റഹീമിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടി തയ്യാറാണ് അവർ. അവർക്ക് സ്വന്തം ആത്മാർത്ഥമായിട്ട് തന്നെ കുടുംബ ബന്ധങ്ങൾ നിലനിൽക്കുന്നുണ്ട്. മാത്രമല്ല, ഈ റഹീമിൻ്റെ പിതൃ സഹോദരൻ ഒരു പള്ളിയിൽ ബാങ്ക് കൊടുക്കുന്ന ഒരു വ്യക്തിയാണ്. അഥവാ മതപരമായ നല്ല ചിട്ടയുണ്ട് കുടുംബത്തിന്, നല്ല മതപരമായ ചിട്ടയും നല്ല ഒരു എന്താ പറയുക നല്ല പാരമ്പര്യ ഗുണവും ഒക്കെ ഉണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ ഈ ചെറുക്കൻ പരിധി വിടുകയും ഈ ചെക്കൻ ഒരു മാനസിക സംഭ്രമത്തിന് അടിമയായി തീരുകയും ആ സംഭ്രമത്തെ വർദ്ധിപ്പിക്കത്തക്ക രീതിയിൽ മയക്കുമരുന്ന് ഉപയോഗിക്കുകയും മദ്യം ഉപയോഗിക്കുകയും ഒക്കെ ചെയ്യുന്ന അവസ്ഥയിലേക്ക്
ഈ ചെറുക്കൻ പോവുകയും ചെയ്തു. നാച്ചുറായിട്ട് ഈ ചെറുക്കന് ഒരു മാനസിക അസ്വസ്ഥമുണ്ട് എന്ന് പറഞ്ഞാൽ കേവലം 6ാം ക്ലാസ്സിലോ മറ്റോ പഠിക്കുന്ന കാലത്ത് ഇവനെന്തോ ഇത്തരത്തിലുള്ള അവൻ്റെ ഈ ആത്മഹത്യാ പ്രവണതയും അതോടൊപ്പം തന്നെ മറ്റു കാര്യങ്ങളും ഒക്കെ കാണിച്ചിരുന്നു എന്ന് പറയുന്നുണ്ട്. എന്തു തന്നെയായാലും ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ ആത്മഹത്യാ പ്രവണത കാണിച്ചു എന്നതിൻ്റെ പേരിലൊന്നും ഇങ്ങനെ കുടുംബത്തെ ഒന്നടങ്കം ഇങ്ങനെ മുച്ചൂടും ഇല്ലാതാക്കുന്ന ഒരു സംഭവമൊന്നും ലോകത്ത് ഇതുവരെ നമ്മൾ കേട്ടിട്ടില്ല. പക്ഷേ എന്തുകൊണ്ടോ അള്ളാഹു ആലം നമുക്കിതിൻ്റെ സത്യങ്ങളൊന്നും രഹസ്യങ്ങളൊന്നും അറിഞ്ഞുകൂടല്ലോ. അള്ളാഹു എന്താണ് ഉദ്ദേശിച്ചിട്ടുള്ളത്? സർവശക്തനായ റബ്ബിൻ്റെ തീരുമാനങ്ങൾക്ക് മേലെ മനുഷ്യന് യാതൊരു തീരുമാനവും എടുത്ത് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന ഒരു സംഭവം കൂടെയാണ് യഥാർത്ഥത്തിൽ ഈ വെഞ്ഞാറമ്മൂട് കൂട്ടക്കൊല നമുക്ക് നൽകുന്ന സന്ദേശം. മാത്രമല്ല, വെഞ്ഞാറമ്മൂട് കൂട്ടക്കൊല നമുക്ക് തരുന്ന മറ്റൊരു സന്ദേശം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ എല്ലാം മറന്നു, കൈമഴി മറന്നുകൊണ്ട്, എല്ലാം മറന്നുകൊണ്ട് മാതാപിതാക്കൾ അവരെ മക്കളെ എന്താണെന്ന് അവർ ഏത് രീതിയിലാണ് വളരുന്നത്, തീർച്ചയായിട്ടും അവരെങ്ങനെയാണ് അവരെ വളർത്തേണ്ടത്, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അവർ പ്രവാസ ലോകത്ത് വന്നുപെടുമ്പോൾ അവർ പിന്നീട് മക്കളെ എങ്ങനെയും പുന്നാരിച്ചു വളർത്തുക എന്ന ഒരു ചിന്ത മാത്രം സ്വീകരിക്കുന്നു. അഥവാ തങ്ങളുടെ മക്കൾക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവരുത്, അവർ ചോദിക്കുന്നതൊക്കെ കൊടുത്ത് അവരാഗ്രഹിക്കുന്ന ആഗ്രഹങ്ങളൊക്കെ നിറവേറ്റി ഞാനായിരിക്കണം എൻ്റെ മക്കൾക്ക് ഏറ്റവും മുൻപന്തിയിൽ പരിഗണന നൽകുന്നത് എന്ന ഒരു ചിന്താഗതി മാത്രമായിരുന്നു യഥാർത്ഥത്തിൽ ഈ പറയുന്ന മാതാപിതാക്കൾക്കുണ്ടായിരുന്ന, പ്രത്യേകിച്ച് പിതാവിന്. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങളുടെ മകനെ ഇങ്ങനെ ഒരു സ്ത്രീയുമായിട്ട് കറങ്ങുന്നുണ്ടല്ലോ, ഒരു പ്രേമമുണ്ടല്ലോ എന്നൊക്കെ അറിയിച്ചപ്പോൾ അതിപ്പോഴത്തെ പിള്ളേരല്ലേ, അത് സാരമില്ല എന്നൊക്കെ പറഞ്ഞ് ലാഘവത്തോടെ തള്ളി നീക്കുന്ന ഒരു പ്രവണത നമ്മൾ കേട്ടിട്ടുണ്ട് ഇതിൻ്റെ അവസ്ഥയിൽ. അപ്പോൾ ഒരിക്കലും 10-23 വയസ്സായിട്ടുള്ള ഒരു മക്കൾ, അതോടൊപ്പം തന്നെ അവർ എങ്ങനെയാണ് അവരുടെ ജീവിത രീതി, എങ്ങനെയാണ് അവർ വളരുന്നത്, അവരുടെ സാമൂഹിക പശ്ചാത്തലം, അവരുടെ ധാർമ്മികമായ മനോഭാവം, ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. അത് ശ്രദ്ധിക്കാത്തത് കൊണ്ട്, അഥവാ തൻ്റെ മകൻ അല്ലെങ്കിൽ തൻ്റെ മകൾ എന്താണ് ചെയ്യുന്നത്, ഒറ്റക്ക് ഒരു മുറിയിലാണല്ലോ ഇപ്പോൾ ഇരിക്കുന്നത്, അവർക്ക് ഇഷ്ടം പോലെ നേരം സന്ധ്യയായത് മുതൽ നേരം പുലരുന്നത് വരെ അവർ ഒരു വലിയ ആൻഡ്രോയിഡ് ഫോണിൻ്റെ സഹായത്തോടു കൂടെ എല്ലാവിധ സ്വകാര്യ ചാറ്റുകളും എല്ലാവിധ തമ്മാടിത്തരങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ അതിന് പറ്റിയ എല്ലാ സാഹചര്യങ്ങളുമാണ് കാലങ്ങളായി വരുന്ന നമ്മുടെ ഭരണകൂടങ്ങൾ അവർക്ക് എത്തിച്ചു നൽകുന്ന മദ്യമായാലും മയക്കുമരുന്നായാലും എല്ലാ പ്രകോപിപ്പിക്കത്തക്ക രീതിയിലുള്ള സിനിമകളായാലും എല്ലാ സംവിധാനങ്ങളും തമ്മാടിത്തരങ്ങളെ എത്രത്തോളം ഉയർത്തിക്കൊണ്ടുവരാമോ അതിന് പറ്റിയ എല്ലാ സംവിധാനങ്ങളും സാഹചര്യങ്ങളും ചുറ്റുഭാഗത്തും ഒരുക്കി കൊടുക്കുന്ന ഈ സാഹചര്യത്തിൽ മക്കളെ ധാർമ്മികമായി വളരെ ശ്രദ്ധിച്ചു വളർത്തിയിട്ടില്ലെങ്കിൽ ഓരോ അഫാന്മാരും ഓരോ വീടിലും ജനിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് ഒരൊറ്റ അഫാനും ഇത് അവസാനത്തെ അഫാനായിരിക്കട്ടെ, ഇനി ഒരിക്കലും നമ്മുടെ കുടുംബങ്ങളിൽ ഇങ്ങനെ ഒരു അഫാന്മാർ ഉണ്ടാവാതിരിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെയും അതോടൊപ്പം തന്നെ മുൻകരുതലോടെയും ഓരോ മാതാപിതാക്കളും മുന്നോട്ട് ജാഗ്രത വെക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഇനിയും നല്ല നല്ല വീഡിയോകളുമായി നിങ്ങളെ കണ്ടുമുട്ടുന്നത് വരെ നിങ്ങൾക്ക് നന്ദി.